രൂപത്തിലിരിക്കും. ആ രൂപത്തിലാണ് ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ തുഴയിൽ. ഓക്കെ. അങ്ങനെ കൊട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് അതേ ലേക്കിൻ്റെ അരികത്തോട് തന്നെ ഒരു ബൈക്ക് ഓഫ് റോഡ് നടത്തിയാൽ എങ്ങനെയിരിക്കും? ഹലോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് പുല്ലുപാടത്തിലാണ്. തൃശ്ശൂർ സിറ്റിയിൽ നിന്നും 12.5 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് പുല്ലുപാടം. ഈ റോഡിൻ്റെ 2 സൈഡിലും മനോഹരമായ നെൽപ്പാടങ്ങളാണ്. ഇതുവഴി പോകുമ്പോൾ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വേനൽക്കാലത്ത് നിറഞ്ഞ പച്ചപ്പുള്ള അതിമനോഹരമായ ഒരു പ്ലേസ് ആയിരിക്കും പുല്ലുപാടം. മഴക്കാലത്താണെങ്കിൽ വെള്ളം മിക്ക പാടങ്ങളിലും നിറഞ്ഞിരിക്കും. പക്ഷേ ഈ റോഡിൻ്റെ 2 സൈഡിലും ശാന്തമായ ഒരു പുഴ ഒഴുകുന്ന പോലെ ആണ് നമുക്ക് അനുഭവപ്പെടുക. ഏത് കാലാവസ്ഥ ആയാലും നിങ്ങളെ ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ പോകുന്നത് പുല്ലുപാലത്തിൻ്റെ അടുത്തുള്ള കൊട്ടവഞ്ചിയിലെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. വീക്കെൻഡിൽ നല്ല തിരക്കുള്ളത് കൊണ്ട് പകലൊരു 7 മണിക്കാണ് ഈ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിനടുത്ത് ഒട്ടേറെ തട്ടുകടകൾ കാണാം. ഫ്രണ്ട്സായോ ഫാമിലിയായോ സൺസെറ്റ് കാണാൻ വേണ്ടി വരുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രകൃതി കണ്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. ചളിയുണ്ടല്ലേ? സെറ്റ് ചെയ്യണം. ഓക്കെ. എത്ര രൂപ ഒരാൾക്ക്? ട്രിപ്പിനാണ് അത് പൈസ വാങ്ങുന്നത്. എത്രയാണ് അത്? 200 രൂപ. ഓക്കെ. അപ്പോൾ നമ്മുടെ കൊട്ടവഞ്ചി റെഡി ആയിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എത്ര കാലമായി തുടങ്ങിയിട്ട് ഇവിടെ? ഇപ്പോൾ ഒരു 3 വർഷം ആവാറായി. 3 വർഷമായി. ഓക്കെ. വൈകുന്നേരങ്ങളായിരിക്കല്ലേ കൂടുതൽ ആൾക്കാർ? ഇത് ഗവൺമെന്റിന്റെ ആണോ അല്ല നിങ്ങൾ പ്രൈവറ്റ് ആണോ? ഓക്കെ. ഓക്കെ ഓക്കെ. ഇരിക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ തുഴയണ്? അതെ അതെ അല്ലേ? 4 ആളാണെങ്കിൽ രൂപത്തിലിരിക്കും. ആ രൂപത്തിലാണ് ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളെ തുഴയിൽ. ഓക്കെ. ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണ്? ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണ്? ഇത് ചിമ്മിനി ഡാമിലെ വെള്ളം. ഇപ്പോൾ ചിമ്മിനി ഡാമിലത്തെ വെള്ളമല്ല, മഴ പെയ്തിട്ട് നിന്നിരുന്ന വെള്ളം അടിച്ചു വരുന്നത് മോട്ടറിന്. ഓ ഓക്കെ ഓക്കെ. സാധാരണ ചിമ്മിനി ഡാമിലെ വെള്ളം വരിക. ഓക്കെ ഓക്കെ. നേരെ പോകുന്നത് കടലിലാട്ടോ? അതവിടെ എനവാവ് കെട്ടിൻ്റെ അവിടെ ചെന്ന് അവസാനിക്കും. ഈ ചേറ്റുവയുടെ അവിടെ ആ ഭാഗത്ത് ഇതുപോലെ ഐലാൻഡ് ഉണ്ടല്ലേ? പക്ഷെ അവിടെ ബോട്ടിങ്ങിന്റെ ഇതുണ്ടോ? ഇല്ല അല്ലേ? അത് ഒരു ടൂറിസ്റ്റ് ആക്കാവുന്നേ ഉള്ളൂ. അതെ. അവിടെ നല്ല പ്ലേസ് ആണ് അത്.
ചെറിയ ദ്വീപും. അതെ, ചെറിയ ദ്വീപും ഉണ്ട് അല്ലേ. നല്ല സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. സർക്കാരിനടുത്ത് ചെയ്യുന്ന അതെ കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. ഞാൻ സെന്ററിൽ ഇരിക്കാവേ. കുഴപ്പമില്ല. കൊള്ളാം. കുട്ടഞ്ചി നല്ല രസമല്ലേ. നമ്മളായിട്ട് തുഴയണതുകൊണ്ടേ പെട്ടെന്ന് ഇതാവൂല്ലേ, കൊയ്യൂല്ലേ. അത് പരിശീലനം വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ കുഴപ്പമില്ല. ഒഴുക്കുള്ള സ്ഥലം ഇല്ലേ, പാടില്ല അല്ലേ. ചെറിയ ഒഴുക്കുന്നതും കുഴപ്പമില്ല. ഓക്കെ. വലിയ ഒഴുക്കും കാറ്റും വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുമോ അല്ലേ. അത് ശരി. ഇതുപോലുള്ള ഒരു സ്ഥലം വേണം. അതെ അതെ. ഇപ്പൊ കറക്റ്റ് വെള്ളമല്ലേ അല്ലേ. ഇനി വെള്ളം കൂടത്തില്ലേ. ഇതുവരെ അറിയോ. അത് ശരി. ഞങ്ങൾക്കും അതാണ് ഇത്. തുഴയാനൊക്കെ ആളുകൾ വരുമ്പോ ഇതിന് കഴിഞ്ഞ് തുഴയാനൊരു വെള്ളം കൂടുതൽ വേണം അല്ലേ. ഓക്കെ ഓക്കെ. വെള്ളം കൂടുതലുണ്ടെങ്കിൽ തുഴയാൻ ഭയങ്കര ഈസിയാണ്. ഓക്കെ. വെള്ളം അതുവരെ വരുമല്ലേ. അതുവരെ വരും. പെഡൽ ബോട്ടും ഉണ്ടല്ലേ. പെഡലും പിന്നെ കയാക്കിങ്ങും ഉണ്ട്. ഓക്കെ. അതിനൊക്കെ എത്ര കാശ് വരുന്നുണ്ട്? കയാക്കിങ് 100, പെഡൽ 200 തന്നെ. അത് ഞങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കൂടുതലും എടുക്കുന്ന ആരാണ്? കൊട്ടവഞ്ചിയാണോ? അല്ല, കൂടുതൽ പോവാ. ഓക്കെ. പിന്നെ പെഡൽ ബോട്ടോ അല്ലെങ്കിൽ കയാക്കിങ്. അങ്ങനെ കൊട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് അതേ ലേക്കിൻ്റെ അരികത്തോട് തന്നെ ഒരു ബൈക്ക് ഓഫ് റോഡ് നടത്തിയാൽ എങ്ങനെയിരിക്കും? ഇവിടെ ഫിഷിംഗ് ചെയ്യുന്ന ചേട്ടന്മാരെ കാണാം. നല്ലൊരു സ്പോട്ടാണ് ഫിഷിംഗ് ചെയ്യാൻ. ഇതെല്ലാം പാടങ്ങൾക്കുള്ള വഴികളാണ്. ഇത്ര മനോഹരമായ സ്ഥലത്തു കൂടി ബൈക്കിംഗ് ചെയ്യാൻ നല്ല രസമാണ്. ഇത്രയും പച്ചപ്പും അതുപോലെ തന്നെ ഈ ലേക്കിൻ്റെ ബ്യൂട്ടിയും ആസ്വദിച്ച് ഇങ്ങനെ പോവാം. കുറച്ച് സ്ലിപ്പറിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിട്ട് വേണം ഈ വഴിയിലൂടെ ബൈക്കിംഗ് ചെയ്യാൻ.
ഈ മനോഹരമായ പാടങ്ങളിലൂടെ ബൈക്കിംഗ് ചെയ്യുന്നത് തീർച്ചയായും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, താങ്ക് യു ഫോർ വാച്ചിങ്.